നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇന്ത്യയിലെന്നാണ് നേരത്തെ മുതൽ പറയുന്നത്. എന്നാൽ ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ മതേതരത്വമൊന്നും ഇല്ലാതാവുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല്, ആ ബില്ല് യോഗി സർക്കാർ ക്യാൻസൽ ചെയ്തു. 2016 അഖിലേഷ് യാദവ് പാസാക്കിയ ഒരു ബില്ലാണ് ഇപ്പോൾ യോഗി സർക്കാർ പിൻവലിച്ചത്. മദ്രസയിലെ ഉസ്താദുമാർക്ക് പോലീസ് നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ബില്ലായിരുന്നു അന്ന് അഖിലേഷ് യാദവ് 2016 പാസാക്കിയത്. ഉത്തർപ്രദേശിലെ മുൻ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന് കനത്ത പ്രഹരമായി മാറുകയാണിത്. സംസ്ഥാനത്തെ മദ്രസ അധ്യാപകർക്ക് നിയമ നടപടികളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ബിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പിൻവലിച്ചു. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള മുൻ സമാജ്വാദി പാർട്ടി സർക്കാർ 2016 ഈ ബില്ല് പാസാക്കിയത്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തുല്യതാ തത്വത്തിന്റെ ലംഘനമാണ് മദ്രസ അധ്യാപകർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ബില്ലെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ പറഞ്ഞു. ഉത്തർപ്രദേശിൽ മദ്രസ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകൽ ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിൽ പ്രകാരം ഒരു മദ്രസ ജീവനക്കാരനെതിരെ നിയമ നടപടിയോ അന്വേഷണമോ ആരംഭിക്കാൻ പോലും കഴിയില്ല. മദ്രസ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബില്ലിലുണ്ടായിരുന്നു. കൂടാതെ മദ്രസകൾക്കെതിരായ ഭരണപരവും നിയമപരവുമായ നടപടികൾ തടയുന്ന വ്യവസ്ഥകളും അതിലുണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടി സർക്കാർ സംസ്ഥാന നിയമസഭയുടെ ഇരുസഭകളിലും ബിൽ പാസാക്കിയ ശേഷം അന്നത്തെ ഗവർണർ രാം നായിക് അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. നായിക് ബില്ലിനെ എതിർക്കുകയും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തു. തൽഫലമായി സമാജ്വാദി പാർട്ടി സർക്കാരിന്റെ കാലത്ത് ബിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് മികച്ച ഭൂരിപക്ഷം ലഭിക്കുകയും 2017 സർക്കാർ രൂപീകരിക്കപ്പെട്ട ശേഷം രാഷ്ട്രപതി ആ ബില്ല് തിരിച്ചയക്കുകയും ചെയ്തു. ബില്ലിലെ പ്രധാന നിയമപരമായ പിഴവുകൾ കാരണം ഭരണഘടനയ്ക്ക് അനുസൃതമായി ഒരു പുതിയ ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബിൽ പിൻവലിക്കാനുള്ള നിർദ്ദേശം ഉത്തർപ്രദേശ് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ അനുബന്ധ ബജറ്റിനൊപ്പം 24 നിർദ്ദേശങ്ങളും സംസ്ഥാന മന്ത്രിസഭയുടെ പക്കലുണ്ട്.